ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ജീവൻ ബസ് സ്റ്റാൻഡിലെത്തിയ വിവരമറിഞ്ഞ് ബസ്സിൽ നിന്നും ഇറങ്ങിയോടുന്ന സുജാതയെയും ജ്യോതിയെയും ശരവണനെയും നിത്യയുമാണ്. അതേസമയം അവരെ തിരഞ്ഞ് ഒരു ഭ്രാന്തനെ പോലെ നടക്കുന്ന ജീവനെയാണ് കാണിക്കുന്നത്. ശരവണൻ ഇവിടെ നിന്നാ ഓടിപ്പോയത്, അതുകൊണ്ട് അവരിവിടെ തന്നെയുണ്ടെന്ന് ഉറപ്പാണെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ലേഡീസ് റൂമിന്റെ കതകിൽ തട്ടുകയാണ് ജീവൻ. അതേസമയം ശബ്ദം കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് സുജാതയും നിത്യയും ജ്യോതിയും. അമ്മേ, അമ്മ ഇതിൻ്റെ അകത്തുണ്ടെന്ന് എനിക്കറിയാം. കതക് തുറക്കാൻ പറഞ്ഞ് ജീവൻ തട്ടിക്കൊണ്ടേയിരിക്കുമ്പോൾ അവിടെയുള്ള രണ്ട് ചെറുപ്പക്കാര് ജീവന് നേരെ തട്ടിക്കയറുകയാണ്. താൻ എന്ത് തോന്നിവാസമാടോ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് കാണിക്കുന്നതെന്ന് അവർ ചോദിക്കുമ്പോൾ, നിങ്ങൾക്ക് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കയറിപ്പോ, അതിൻ്റെ ഉള്ളിലുള്ളതേ എൻ്റെ വീട്ടുകാരാ, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്നൊക്കെ അവരോട് ദേഷ്യത്തോടെ പറയുകയാണ് ജീവൻ. അതേസമയം അവരുടെ ബസ് വന്ന വിവരം അനൗൺസ്മെന്റിലൂടെ അറിയിക്കുകയാണ്. ഇത് കേൾക്കുന്ന സുജാത പറയുകയാണ്, അയ്യോ നമ്മുടെ ബസ് വന്നല്ലോ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ആരെങ്കിലും ഒരാൾ പുറത്തേക്ക് ഇറങ്ങാതെ അവന്റെ ഭ്രാന്ത് എന്താണെങ്കിലും മാറാനേ പോകുന്നില്ല, അതുകൊണ്ട് ഞാൻ എന്താണെങ്കിലും പുറത്തേക്ക് ഇറങ്ങാമെന്ന് സുജാത പറയുന്നു. തുടർന്ന് ജ്യോതിയെ നിത്യയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് സുജാത പറയുകയാണ്, എനിക്കെന്തെങ്കിലും പറ്റുകയാണെങ്കിൽ നീ ഇവളെ നോക്കിക്കോണം. അതേസമയം ജീവൻ അവിടെ നിന്ന് പോവുകയാണ്. കതക് തുറക്കുമ്പോൾ അവിടെ ആരെയും കാണാത്തത് കൊണ്ട് തന്നെ സുജാത നിത്യയോടും ജ്യോതിയോടും പുറത്തേക്ക് ഇറങ്ങാൻ പറയുന്നു. അങ്ങനെ അവർ മൂന്നുപേരും പുറത്തേക്ക് ഇറങ്ങുന്ന സമയം തന്നെ അമ്മയെന്ന് ഉറക്കെ വിളിക്കുകയാണ് ജീവൻ. ജീവനെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് മൂന്നുപേരും. നിങ്ങൾ എന്ത് കരുതി എൻ്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാമെന്നോ? പ്രത്യേകിച്ച് ഇവളെ ഞാൻ ഒരിക്കലും രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിത്യയുടെ കഴുത്തിന് കയറി പിടിക്കുകയാണ് ജീവൻ. അതേസമയം ഈ കാഴ്ച കണ്ട് അവിടെയുള്ള നാട്ടുകാരെല്ലാം ഞെട്ടലോടെ നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ശബ്ദം കേട്ടുകൊണ്ട് ഹരി അങ്ങോട്ടേക്ക് ചെല്ലുന്നതാണ്. പെട്ടെന്ന് തന്നെ സുജാത ജീവനെ തള്ളിയിട്ട് അവിടെ നിന്ന് ഓടുമ്പോൾ ജീവനും അവർക്ക് പിന്നാലെ പോകാനായി ഒരുങ്ങുകയാണ്. ഇത് കാണുന്ന ഹരി പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് ചെല്ലുകയും ജീവനെ ചവിട്ടി താഴേക്കിടുകയും ചെയ്യുന്നു. ജീവന്റെ മുഖം കാണുന്ന ഹരി പറയുകയാണ്, നിന്നെ തല്ലി തല്ലി ഞാൻ മടുത്തു, നീ എന്താടാ എത്രയായാലും നന്നാകില്ലേ? ഇത് കേൾക്കുന്ന ജീവൻ പറയുകയാണ്, ഞാൻ എപ്പോൾ അവളെ കൊല്ലാൻ ഇറങ്ങിയാലും നീയാണ് എനിക്ക് തടസ്സമായി നിൽക്കുന്നത്, അതുകൊണ്ട് ആദ്യം നിന്നെ തന്നെ അങ്ങ് കൊന്നേക്കാം. അത്രയും പറഞ്ഞുകൊണ്ട് ജീവൻ ഹരിയെ ചവിട്ടുകയാണ്. തുടർന്ന് ജീവനെ തല്ലി അവശനാക്കുകയാണ് ഹരി. അതിനുശേഷം ജീവന്റെ നെഞ്ചും കൂടി നോക്കി ഹരി ചവിട്ടാൻ ഒരുങ്ങുമ്പോൾ അമ്മാവൻ ഹരിയെ വിളിക്കുകയാണ്. നീ എവിടെയാടാ, ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു പോയതല്ലേ എന്ന് അമ്മാവൻ ചോദിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഹരി കോള് കട്ട് ചെയ്യുന്നു. തുടർന്ന് ഹരി ജീവനോട് പറയുകയാണ്, നിന്നെ കൊല്ലാൻ എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ടല്ല, പിന്നെ ഞാനിപ്പോൾ പുതിയൊരു ഹരിയാണ്, അതുകൊണ്ട് നിന്നെ ഒന്നും ചെയ്യുന്നില്ല. അത്രയും പറഞ്ഞുകൊണ്ട് ഹരി അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ദേഷ്യത്തോടെ നിൽക്കുന്ന ജീവനെയാണ്. അതേസമയം ബസ് കയറാനായി ഓടിക്കൊണ്ടിരിക്കുകയാണ് സുജാതയും നിത്യയും ജ്യോതിയും. പെട്ടെന്ന് തന്നെ ജീവൻ അവരുടെ മുന്നിലേക്ക് ചാടി വീഴുകയാണ്. അതേസമയം ശരവണനും അവരെ കാണുകയാണ്. പെട്ടെന്ന് ജീവൻ തിരിയുന്ന സമയത്ത് നിത്യ സുജാതയും ജ്യോതിയും വിളിച്ചുകൊണ്ട് ഓടുന്നു. ജീവനും അവർക്ക് പിന്നാലെ ഓടുമ്പോൾ ജീവന്റെ പിന്നിലായി ശരവണനും ഓടിച്ചെല്ലുകയാണ്. ജീവന്റെ തലയ്ക്ക് തന്റെ സഞ്ചി വെച്ച് അടിച്ചതിന് ശേഷം ശരവണനും അവരുടെ ഒപ്പം ഓടുകയാണ്. പെട്ടെന്ന് ജീവന്റെ കാല് അവിടെയുള്ളൊരു ഡ്രെയിനേജിന്റെ അകത്തേക്ക് വീഴുകയാണ്. അവൻ അമ്മയെന്ന് വിളിച്ച് കരയുമ്പോൾ സുജാത ജീവനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. വേണ്ടമ്മ, നമുക്ക് പോകാമെന്ന് ശരവണൻ പറയുന്നുണ്ടെങ്കിലും ജീവനെ വിട്ടിട്ട് പോകാൻ മനസ്സിലാതെ നോക്കി നിൽക്കുന്ന സുജാതയാണ് കാണിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.